സോ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പിയർ ടു പിയർ, അതായത് P2P നെറ്റ്വർക്ക് ആണ് നമ്മൾ പറയുന്നത്. ഈ സ്ലൈഡിൽ എന്താ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, എന്താണ് പിയർ ടു പിയർ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിയർ ടു, അതുപോലെ തന്നെ KTU എങ്ങനെ ആൻസർ ചെയ്യണം, അത് ഷോർട്ട് ആൻസർ ആവുന്ന സമയത്തും അതേപോലെ തന്നെ 5 മാർക്സിന് ആവുന്ന സമയത്തും ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കേസ് ഒക്കെ നമ്മൾ എന്തിൽ ഇത് പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ് പിയർ ടു പിയർ എന്ന് നോക്കാം. അപ്പോൾ ഡെഫിനേഷൻ എന്താ, എ പിയർ ടു പിയർ അല്ലെങ്കിൽ P2P നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് മോഡൽ ഇൻ വിച്ച് ഓൾ കമ്പ്യൂട്ടേഴ്സ് പിയേഴ്സ് ഹാവ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഷെയർ റിസോഴ്സ് ഡയറക്ട്ലി വിത്ത് ഈച്ച് അതർ വിത്തൗട്ട് യൂസിങ് എ സെൻട്രലൈസ്ഡ് സെർവർ. സോ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് മോഡൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് എന്തെന്ന് പറയുന്നത് പിയർ ടു പിയർ എന്ന് പറയുന്നത്. എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും പറയുന്നതാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഹാവ് ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്. അല്ലാതെ മീൻസ് നമ്മൾ ക്ലയന്റ് ടു സെർവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കേസ്. അതുപോലെ അല്ല എന്തെന്ന് പറയുന്നത് നമ്മളുടെ പിയർ ടു പിയർ എന്ന് പറയുന്നത്. അതിന് സെൻട്രലൈസ്ഡ് സിസ്റ്റവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതിന് എല്ലാവരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിന്റർ കളക്ട് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കണം. അപ്പൊ അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റോ കാര്യങ്ങളോ ഇല്ല, പ്രിന്ററുമായിട്ട് ലാപ്പ് കണക്ട് ചെയ്യുന്നു, നമ്മൾ പ്രിന്റ് എടുക്കുന്നു. അപ്പോൾ അവിടെ റെസ്പോൺസും റിക്വസ്റ്റും ഒക്കെ അവർ തമ്മിലാണ് റിക്വസ്റ്റും റെസ്പോൺസും നടക്കുന്നത്. അല്ലാതെ അതിൽ കൂടുതൽ ഒരു സീക്വൻസ് സെൻഡ് ചെയ്ത് അത് പ്രോസസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും എന്തിലില്ല, പിയർ ടു പിയറിലില്ല. Share resource directly with each other without using a centralized system. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മൾ ഡാറ്റാസ് ഷെയർ ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് പിയർ ടു പിയർ എന്ന് പറയുന്നത്. Each computer can act as a both client and server. മീൻസ് ഓരോ കമ്പ്യൂട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടാണ് എന്ത് പറയുന്നത് ക്ലയന്റും സെർവർ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം അത് ക്ലയന്റും ആവാം, അത് സെർവറും ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ നേരത്തെ പോലെ ഒരു പെർട്ടിക്കുലർ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ട്, അതിൽ നിന്ന് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് ആ സെൻട്രലൈസ്ഡ് സിസ്റ്റം അത് വർക്ക് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യുക. അങ്ങനെ ഒന്നുമല്ല എന്ത് വർക്ക് ചെയ്യുന്നത് പിയർ ടു പിയർ പറയുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിയർ ടു പിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കേസാണ്. നോ ഡെഡിക്കേറ്റഡ് സെൻട്രൽ സെർവർ. ഇതിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെൻട്രൽ സെർവർ ഇല്ല എന്നുള്ള കേസ്. അതാണ് ഇവിടെ പറയുന്നത്. ഓൾ നോട്ട്സ് ആർ ഈക്വൽ. എല്ലാ നോട്ട്സും എന്താണ് ഈക്വൽ ആണ്, എല്ലാ പിയേഴ്സും എന്താണ് ഈക്വൽ ആണ്. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗർ. അതായത് ഇതിലിപ്പോൾ നോളേജ് ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റേ നമ്മൾ ക്ലയന്റ് സെർവറിൽ എന്താണ് നമ്മളിപ്പം ഹയറിംഗ് പ്രോസസ്സിലൊക്കെ നോക്കുന്ന നമ്മുടെ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് കാണും. അതൊക്കെ നമുക്ക് എന്താ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയണം. പിയർ ടു പിയറിൽ അങ്ങനെ നോളേജോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈസി ആയിട്ട് ഇപ്പം നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പിയർ ടു പിയറിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്യൂട്ടബിൾ ഫോർ സ്മോൾ നെറ്റ്വർക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓഫീസിൽ, നമ്മുടെ സ്വന്തം ഓഫീസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഹോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഹൗ ടു വർക്ക് പിയർ ടു പിയർ വർക്ക്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കേസാണ്. ഈച്ച് കമ്പ്യൂട്ടർ ഷെയർ ഇറ്റ്സ് വോൺ ഫയൽ. ഇതിന്റെ വോൺ ഫയൽ ആര് ഷെയർ ചെയ്യുന്നുണ്ട്, ഓരോ കമ്പ്യൂട്ടറും ഷെയർ ചെയ്യുന്നുണ്ട്. പ്രിന്റേഴ്സ് ഓർ റിസോഴ്സസ് ആയിട്ട് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഹാപ്പൻ ഡയറക്റ്റ് ആയിട്ടാണ് റിക്വസ്റ്റും റെസ്പോൺസും ഹാപ്പൻ ചെയ്യണത്. നോ സെൻട്രൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. സെൻട്രൽ കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അത് പ്രിന്റ് എടുക്കുന്നു. ഇനി വേറൊരു ലാപ്ടോപ്പാണ് അവരുടെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ അവർ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പിയർ ടു പിയറിലെ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ള കേസാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കമ്പോണൻസ് ഏതൊക്കെയാണ്, പിയർ നോട്ട്സ് ഉണ്ട്, നെറ്റ്വർക്ക് മീഡിയ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഉണ്ട്. സോ കമ്പോണൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ നോട്ട്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഈസ് ദ നെറ്റ്വർക്ക് ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക്, പിയർ എന്ന് പറയുന്നത് പിയർ നോട്ട്സ് എന്ന് പറയുന്നത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്താണ് അവിടെ നോട്ട്സ് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നെറ്റ്വർക്ക് മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലാപ്പിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കും യൂസ് ചെയ്യുക, ഡാറ്റ കേബിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ നെറ്റ്വർക്ക് മീഡിയ എന്ന് പറയുന്നത്. അതായത് കേബിൾസ് അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്
നെറ്റ്വർക്ക് മീഡിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഫയൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ സിസ്റ്റം ആണ്. നമ്മൾ ചിലപ്പോൾ വിൻഡോസ് 10 മാത്രമായിരിക്കും അത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS മാത്രമായിരിക്കും. ഇനി നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോൾ ആയിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മാക്സിമം ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ HTTP റിക്വസ്റ്റ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതെന്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് മാത്രമല്ല, അതും നമ്മളുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയൊരു എൻവയോൺമെന്റിൽ മാത്രമായിരിക്കും അത് എന്ത് ചെയ്യുക, ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിന് സെർവറും കാര്യങ്ങളൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇതിന് മീൻസ് അതായത് ഇതിനെ ക്യാരി ചെയ്യാൻ വേണ്ടി പിയർ ടു പിയറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിനൊന്നും ഒരു പെർട്ടിക്കുലർ ആളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി എന്താണ്, സിമ്പിൾ സെറ്റപ്പ് ആണ്. ആർക്ക് വേണമെങ്കിൽ, ഇപ്പൊ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ പോലും അത് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചു നോക്കിയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ച്വലി എന്തെന്ന് പറയുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നോ നീഡ് ഫോർ സ്കിൽഡ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ നമ്മളിപ്പോ ക്ലയന്റ് സെർവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആള്, അതിനെക്കുറിച്ച് നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പിയർ ടു പിയർ ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. സ്കിൽഡ് ആവണമെന്നൊന്നുമില്ല. അത് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സ്യൂട്ടബിൾ ഫോർ ഹൂം ആൻഡ് സ്മോൾ ഓഫീസസും. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്മോൾ ഓഫീസസും വീട്ടിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ, പിയർ ടു പിയർ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഡിസഡ്വാൻറ്റേജസ്, പ്യുവർ സെക്യൂരിറ്റി. ഡാറ്റ ലീക്കേജ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് എന്ന് പറയുന്നത് നമ്മളുടെ പിയർ ടു പിയർ എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു മാനേജ് എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് ടു മാനേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യാം. അങ്ങനത്തെ കേസുകൾ അതാണ് ഇവിടെ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു മാനേജ് എന്ന് പറയുന്നത്. നോ സെൻട്രലൈസ്ഡ് ബാക്കപ്പ്, സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ പോയത്, അല്ലാതെ നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. മനസ്സിലായോ? അതായത് നമുക്കൊരു ഡാറ്റാബേസ് ഇല്ല ആക്ച്വലി. അപ്പോൾ അവിടെ നിന്ന് ആ ഡാറ്റ പോയി കഴിഞ്ഞാൽ തീർന്നു. അതിനെ ആക്സസ് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, യൂസേഴ്സ് അറ്റ് എ ടൈം കുറേ യൂസേഴ്സ്, ഒരു 20-25 യൂസേഴ്സിനൊന്നും അറ്റ് എ ടൈം നമുക്ക് പോസിബിൾ അല്ല. ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് തമ്മിൽ ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ പിയർ ടു പിയർ യൂസ് ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് എന്നുള്ളത്, ഹോം നെറ്റ്വർക്സിൽ, സ്മോൾ ഓഫീസസിൽ, ഫയൽ ഷെയറിംഗ് സിസ്റ്റത്തിൽ, ടെമ്പററി നെറ്റ്വർക്സിൽ, അതായത് ഫയൽസ് നമ്മളിപ്പോൾ സെമിനാർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ലാബിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് ഈ ടെമ്പററി നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോം നെറ്റ്വർക്സിൽ, സ്മോൾ ഓഫീസസിൽ, ഫയൽ ഷെയറിംഗ് സിസ്റ്റത്തിൽ, അതേപോലെ തന്നെ ടെമ്പററി നെറ്റ്വർക്കിലുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ട് ആർക്കിടെക്ചർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലയന്റ് ടു സെർവർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താ, പിയർ ടു പിയർ. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കമ്പാരിസൺ ഷുവർ നമ്മളടുത്ത് ചോദിക്കും. 2 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്സിന് എന്തായാലും ചോദിക്കും. സോ അതാണ് നമ്മൾ പിയർ ടു പിയറിന്റെയും അതേപോലെ തന്നെ ക്ലയന്റ് സെർവറിന്റെയും എന്താണ് നമ്മൾ പറയുന്നത്, കമ്പാരിസൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സും ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. പിയർ ടു പിയറും ക്ലയന്റ് സെർവറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. സെർവർ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് റിക്വയർഡ് ആണ് എന്തില്, പിയർ ടു പിയറിൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്ലയന്റ് സെർവറിൽ എന്താണ്, മസ്റ്റ് ഹാവ് ആണ് എന്തെന്ന് പറയുന്നത്, സെർവർ എന്ന് പറയുന്നത്. സെർവർ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലയന്റ് സെർവർ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ആൻഡ് എന്താ, കൺട്രോൾ. ഇതിൽ കൺട്രോൾ ഇല്ല. പിയർ ടു പിയറിൽ കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ക്ലയന്റ് ടു സെർവറിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉള്ള കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മീൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്നത് പിയർ ടു പിയറിൽ ലോ ആയിരിക്കും. ലോ സെക്യൂരിറ്റിയും കാര്യങ്ങളും ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലയന്റ് ടു സെർവറിൽ ഹൈ സെക്യൂരിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി കോസ്റ്റ് എന്ന് പറയുന്നത് പിയർ ടു പിയറിൽ നമുക്ക് സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യവും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഇല്ലാത്തത് കാരണം കൊണ്ട് അതെന്താണ് ലോ ആയിരിക്കും കോസ്റ്റ് വരിക. ക്ലയന്റ് ടു സെർവറിൽ എന്താണ് ഹൈ ആയിരിക്കും കോസ്റ്റ് വരിക. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം, അങ്ങനത്തെ കേസുകളൊക്കെ വേണം. ഇനി ഇതിന്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഭയങ്കര ഇതായിരിക്കും. അതായത് ഇത്ര പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കെയിലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ലാർജ് എമൗണ്ട് നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലയന്റ് ടു സെർവറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി KT കൊണ്ട് നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ട കുറച്ച് കീവേഡ്സും കാര്യങ്ങളാണ് പറയുന്നത്. KTയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പിയർ ടു പിയർ എന്ന് പറയുന്നത് നോ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. എന്തെന്ന് പറയുന്നത് നമ്മളുടെ പിയർ ടു പിയർ എന്ന് പറയുന്നത് ഓൾ നോഡ്സ് ആക്റ്റീവ് ബോത്ത് ക്ലയന്റ് ആൻഡ് സെർവർ. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താ ക്ലയന്റ് ആൻഡ് സെർവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്മോൾ നെറ്റ്വർക്ക്സിൽ വർക്ക് ചെയ്യാൻ മാത്രം പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഇതെന്ന് പറയുന്നത് ഈസി ടു ഇൻസ്റ്റാളിന് വേണ്ടി യൂസ് ചെയ്തതാണ് എന്ന് പറയുന്നത് പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്ത് ഒരു 2 മാർക്സിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. എ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ഇൻ വിച്ച് ഓൾ കമ്പ്യൂട്ടേഴ്സ് ഷെയർ റിസോഴ്സസ് ഡയറക്ട്ലി വിത്തൗട്ട് എ സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5 മാർക്കിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ള കേസാണ് പറയുന്നത്. അതിനൊരു ഡെഫിനേഷൻ വേണം, അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിയർ ടു പിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എഴുതണം, അതിന്റെ വർക്കിംഗ് എഴുതണം, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതിയാൽ മതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്സ് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിയർ ടു പിയറിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായത്, പിയർ ടു പിയർ എന്താന്ന് പറഞ്ഞു, അത് എവിടേക്ക് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, അത് അതിന്റെ വർക്കിംഗ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇത്രയും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ എക്സാമിന് ചോദിക്കുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു കാര്യവും നമ്മളടുത്ത് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല.